ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒഫീഷ്യലി ഡിസംബർ ആയിട്ടുണ്ട്, ക്രിസ്മസ് ടൈം ആയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന ഒരു സമയമാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാ ഇയറും ഞങ്ങളൊരു നവംബർ 3rd വീക്ക് 4th വീക്കിലാണ് ക്രിസ്മസ് ട്രീ ഇടുന്നത്. പക്ഷേ ഈ വട്ടം കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഡിസംബർ 1st, 2nd, 3rd ഒക്കെ ഇവിടെ UAE നാഷണൽ ഡേ ആയിട്ട് ഒരു ലോങ് ഹോളിഡേ തന്നെയായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇട്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ടല്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് കാഷ്വലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ ക്രിസ്മസ് ട്രീ എല്ലാ വട്ടവും ഞാൻ വെക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് പോവാണ്. ആ ഒരു കോർണറാണ് എപ്പോഴും ക്രിസ്മസ് ട്രീ വെക്കുന്ന ഒരു കോർണർ. TV-യിൽ കുറച്ച് ക്രിസ്മസ് സോങ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇടാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ പ്ലേ ചെയ്തൊരു മൂവി എന്ന് പറയുന്നത് ലാസ്റ്റ് ക്രിസ്മസ് എന്ന് പറയുന്നൊരു മൂവിയാണ് കേട്ടോ. ഈ ക്രിസ്മസ് ടൈമിൽ കാണാൻ പറ്റിയൊരു മൂവിയാണ്, നല്ല മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്. ഒരു 2 വർഷമൊക്കെ ആയ മൂവിയാണ് കേട്ടോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ മോനാണ് എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രിസ്മസ് ട്രീ എന്നാണ് വെക്കുന്നത്, ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഫൈനലി ഞങ്ങളത് എടുത്തോണ്ട് വന്നപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ എല്ലാം നല്ലതായിട്ട് ഈ ഒരു ഓരോ ബ്രാഞ്ചസ് ഇങ്ങനെ വിടർത്തുക എന്ന് പറയുന്നത് ഒരു പണി ആണ്, കുറേ നേരം എടുക്കും അത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിലാണെങ്കിലും കുറച്ച് ബിസിയാണ്, വേറൊരു കാര്യത്തിനായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. എല്ലാം ഓക്കെ ആയെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം കാണിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ക്വിക്ക് വീഡിയോ ആണ് ഈ വർഷം ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഇട്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാളും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഇട്ടപ്പോൾ ചെയ്തത് എന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്, വിടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാൻ ഇതൊരു ചെറിയ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഞാനത് പിന്നീട് അതെടുത്ത് മാറ്റി, കാരണം അത് വെച്ചപ്പോഴത്തേന് ഭയങ്കര ഹൈറ്റ് കൂടിപ്പോയി. ഓൾറെഡി നമ്മുടെ ട്രീ 7 feet ആണ്, അതിൻ്റെ കൂടെ ഇതുകൂടെ വെച്ചപ്പോഴത്തേന് നല്ല ഹൈറ്റായി. പിന്നെ മേളിൽ ഹസ്ബൻഡിന് പോലും എത്താതെ വന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളതെടുത്ത് മാറ്റി. പിന്നെ ഇനി ഈ വിടവുള്ളൊരു സ്ഥലത്തില്ല, ഈ ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് ഞാൻ ഇതുപോലത്തെ ഗാർലൻഡ്, അപ്പോൾ എൻ്റെ ട്രീ ടോട്ടലി ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർലൻഡ് വെച്ചിട്ട് ഞാൻ ആ ഒരു സ്പേസ് കവർ ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഈ വർഷം ഞാൻ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫുൾ ലുക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മൾ സാധാരണ ട്രീ നല്ലതായിട്ട് നമ്മൾ വിടർത്തുന്ന പോലെ തന്നെ ഇതും നല്ല ബ്രാഞ്ചസ് എല്ലാം നല്ല വിടർത്തി വെക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞ് വലിയ ഫുള്ളായിട്ടുള്ള ട്രീ അല്ല, ചെറിയ ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള ട്രീ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഗാർലൻഡ് മേടിച്ചിട്ട് ഇതുപോലെ വെച്ചാൽ മതിയായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇടുവാണ്. ലൈറ്റ് പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ലൈറ്റ് ഇടുന്ന രീതിയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ചിലവരിങ്ങനെ വെർട്ടിക്കലി ലൈറ്റ് ഇടും, ചിലർ ഓരോ ബ്രാഞ്ചസും ചുറ്റി ലൈറ്റ് ഇടും, ചിലർ നമ്മുടെ പക്ക ട്രഡീഷണലായിട്ട് ഇങ്ങനെ വലം വെക്കുന്ന പോലെ അങ്ങനെ ഇടും. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ സാധാരണ ലൈറ്റ് ഇടുന്നത്, അതാണ് ഞങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അടിയിലൊക്കെ ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ മോനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്ന് ഇടുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ട്രീ ടോപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇടുന്നൊക്കെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഗാർലൻഡ് ആണ് ഇടാൻ പോകുന്നത്. ഇതെന്ന് പറയുന്ന ഒരു DIY ഗാർലൻഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഒരു സിൽവർ കളർ നമുക്ക് സാധാരണ മേടിക്കാൻ കിട്ടുന്ന ഗാർലൻഡ് ഇല്ലേ, ഗോൾഡ് ബോൾ പോലെ സിൽവർ ബോൾ പോലെ, അത് തന്നെയാണ്, അതിൻ്റെ സിൽവർ കളറാണിത്. അത് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ ഇപ്പോഴും സിൽവർ കളർ കാണാം, പക്ഷേ കുഴപ്പമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട, നമ്മളത് അറിയത്തില്ല. അപ്പം ഞാൻ അത് ഇനിയും ഇതിന് ചുറ്റും ഇടാൻ പോവാണ്. കഴിഞ്ഞ വട്ടം ഞാൻ റിബൺ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം എന്തോ ഇങ്ങനെ ഈ ഒരു ഗാർലൻഡും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു വൈറ്റ് കളറാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ട്രീ തീം എന്ന് പറയുന്നത് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡും വൈറ്റുമാണ്. അതുകൊണ്ടാണ് ഇത് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ DIY ചെയ്തെടുക്കാം കേട്ടോ. ഓരോ വട്ടവും പുതിയത് മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഗാർലൻഡ് സിൽവർ എന്നുള്ള ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചു. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം കാണുന്നുള്ളൂ, കാരണം ഇതിന് വലിയ ലെന്ത് ഇല്ല. ഫ്രണ്ടിൽ കാണുന്ന പോലെ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അത് ചെയ്യാണ്. ഈ ഗാർലൻഡ് കൂടാതെ ഞാൻ റിബണും
ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഹോം ബോക്സിൽ നിന്നാണ് മേടിച്ചത്. 5 dirhams എങ്ങാണ്ടേ ആയുള്ളൂ. ഇതിനും വലിയ ലെന്ത് ഇല്ല കേട്ടോ, നല്ല വീതിയുണ്ട്, നല്ല ഗോൾഡൻ കളർ, നല്ല റിബണാണ്. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഫ്രണ്ട് മാത്രം കാണുന്നത് പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീ ഹുക്സ്. അപ്പോൾ ഈ ഹുക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാ വർഷവും ഈ ഓർണമെൻറ്റ്സ് ഹാങ് ചെയ്യാറുള്ളത്. ഇത് ഡേയ്സ് ഓഫ് ജപ്പാനിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. 7 dirhams എന്തോ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഓർണമെൻറ്റ്സ് ഹാങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ളൂ ഈ വർഷം പുതിയതായിട്ട് മേടിച്ചത്. നിങ്ങൾക്ക് കാണാം ബോക്സിലിരിക്കുന്നതൊക്കെ ഈ വർഷം മേടിച്ചതാണ്. അതിനൊക്കെ വില കുറവാണ് കേട്ടോ. 8 dirhams അല്ലെ 12 dirhams, 5 dirhams അങ്ങനെയൊക്കെ ഉള്ളൂ. കൂടുതലും ഞാൻ വൈറ്റ് കളറാണ് മേടിച്ചിട്ടുള്ളത്. കാരണം ഗോൾഡും റെഡും സിൽവറും ഒക്കെ എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഇയറിലൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ ഒരു ക്യൂട്ട് മഷ്റൂമും ഈ ഒരു ക്യൂട്ട് ബേർഡും അതിൻ്റെ ഒരു പീസ്, അതിന് 3 dirhams ഉള്ളൂ. അത് ഞാൻ കാരിഫോറിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഈ ഡേയ്സ് ഓഫ് ജപ്പാനിൽ നിന്ന് ഒരു 12 dirhams ഒരു ഡിഫറെൻറ്റ് കളർ ഗോൾഡൻ കളറിൻ്റെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഒരു പെട്ടി, 2-3 പെട്ടി നിറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഗോൾഡ് മാത്രം ചൂസ് ചെയ്തു. പിന്നെ കുറച്ച് വൈറ്റ് ഞാൻ ഈ വർഷം മേടിച്ചു. പിന്നെ ഞാൻ ട്രീ ടോപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഈ വർഷം മേടിച്ചാണ്. ഒരു സ്റ്റാറാണ്, ഒരു റോസ് ഗോൾഡ് കളർ വരുന്നത്. അതിൽ തന്നെ ലൈറ്റും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രീ ടോപ്പറാണത്. ഇനി ഞാൻ ട്രീ ഓർണമെൻറ്റ്സ് എല്ലാം ഇടാൻ പോവാണ്. പിക്സ് തൊട്ട് കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ ഇടാൻ പോവാണ്. അതൊന്നും ഡീറ്റെയിൽ കാണിക്കുന്നില്ല, ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ക്രിസ്മസ് ബോൾ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ബോൾ തന്നെയായിരുന്നു കേട്ടോ. എക്സ്ട്രാ വന്ന ഗോൾഡ് ബോളുകളൊക്കെ ഇതുപോലെ കുറേ എണ്ണം ഞാൻ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വൈറ്റ് കളറാക്കി എടുത്തിട്ടുണ്ട്, വലുതൊക്കെ. കാരണം ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഒരു പാടായിരുന്നു ഒന്ന് തപ്പിയെടുക്കാനായിട്ട്. മിക്കയിടത്തും നമ്മുടെ ട്രഡീഷണൽ റെഡും ഗോൾഡും സിൽവറും ഒക്കെയാണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ 3-4 ഇതുപോലത്തെ ബോൾ ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ എൻ്റെ ഫേവറേറ്റ് ഓർണമെൻറ്റ് പീസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ഷൂ എന്ന് പറയാം. നമ്മുടെ ക്രിസ്മസ് സ്റ്റൈല് ഷൂ ആണ്. ഇത് വൈറ്റ് കളറാണ്. ഇത് ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു 9 dirhams എന്തോ ആയുള്ളൂ. അത് നല്ല കട്ടിയുള്ളതുമാണ്, പ്ലാസ്റ്റിക് അല്ല, താഴെ വീണ പൊട്ടും. ഇനി ലാസ്റ്റായിട്ട് ഗിഫ്റ്റ് ബോക്സസ് വെക്കാൻ പോവാണ്. ഇത് സാധാരണ എന്തെങ്കിലും ഒരു ബോക്സാണ് കേട്ടോ, ഉള്ളിലൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഈ പ്രാവശ്യത്തെ റാപ്പിംഗ് പേപ്പർ എന്ന് പറയുന്നത് ന്യൂട്രൽ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കളർഫുൾ കളറെല്ലാം അവോയ്ഡ് ചെയ്തു. കാരണം ഞാൻ വൈറ്റും ഗോൾഡും തീം പോകുന്നത് കൊണ്ട് തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ക്യൂട്ട് റെയിൻ ഡിയറും കൂടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.
ഞങ്ങളുടെ ഈ വട്ടത്തെ ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.